സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ബെഡ് വാർസിൽ, അതും ജാവ എഡിഷനിൽ. സോ ഇന്ന് നമ്മൾ ജാവ എഡിഷനിൽ 1 vs 1 കളിക്കാൻ പോവാണ്. സോ അതൊക്കെ കണ്ടെത്തറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ പോലത്തെ വീഡിയോ കാണുന്നവർ കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നു, മെയിനായിട്ട് സബും ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ് ചെയ്ത് സെറ്റ് ആക്കുക. നിങ്ങൾക്ക് സബ് ചെയ്താലും സെറ്റാക്കാൻ പറ്റും. സോ അഗൈൻ വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ലിവിൻ, യു ആർ വാച്ചിങ് ECC ബോയ്. ഓക്കെ, ആവശ്യമുള്ള സാധനം 32 വൂള് നമ്മുടെ കൈ സെറ്റായിട്ടുണ്ട്. സോ ഇത് മതിയാവുമായിരിക്കും നമുക്ക് അവിടെ ചെന്ന് അവനെ അടിച്ചിടാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നെറ്റ് പോകാൻ എനിക്ക് സ്പീഡ് ബ്രിഡ്ജ് പോലും ചെയ്യാൻ കഴിയുന്നില്ല, അല്ല ഞാൻ നന്നായിട്ട് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യുന്നതാണ്. സോ നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ലോ ആയിട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത്. ബെഡും ഇവിടെ നമ്മൾ മറന്നുപോയി, ഭാഗ്യം മറന്നത്. മറന്നത് പോട്ടെ, ഓർത്ത് ഇപ്പം നന്നായി. അല്ലേ ഒന്ന് ബെഡ് ഉടനെ അങ്ങ് പൊട്ടിച്ചായിരുന്നേ. സോ ഓക്കെ, ഇന്ന് നമുക്ക് അപ്പുറത്തെ ടീമിൽ പോയി ബെഡ് പൊട്ടിക്കാം സിമ്പിളായിട്ട്. ഓക്കെ, നേരെ തന്നെ ചാടാം. സോ 1 vs 1 ആയതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ എളുപ്പമുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. സോ നമ്മുടെ ഒരു TNT ഉണ്ട്, കുറച്ച് വൂളും ഉണ്ട്. ഇതും മതിയാവുമായിരിക്കും അവനെ തട്ടാൻ. സോ അവൻ ഇങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അവൻ്റെ അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകാം, അതല്ലേ എൻ്റെ ശരി. ഓക്കെ പോയിട്ടുണ്ട്. വാ, പെട്ടെന്ന് സൈഡിലേക്ക് സ്പീഡ് ചെയ്ത് എന്നാ കഷ്ടമാണ്. ഓക്കെ, ഇന്ന് നമുക്ക് നേരെ മേളിലേക്ക് കയറാം. നേരെ മേളിലേക്ക് കയറി ഒരു TNT ഇട്ടാൽ മതിയാവുമായിരിക്കും. സോ ഇവനൊക്കെ എന്നാ പെട്ടെന്നല്ല ഇത്രയും ഇത് ബ്രിഡ്ജും ചെയ്യട്ടെ, ഇത് ബ്ലോക്ക് ചെയ്യുന്നത്. സോ ഇതിടട്ടെ. ഓക്കെ ബെഡ് ഓക്കെ, ബെഡ് പിടിച്ചിട്ടുണ്ട്. നൈസ്, വാടാ ചാ. ഓക്കെ, ഫസ്റ്റ് കളി ജയിച്ചിട്ടുണ്ട്. നൈസ്. പെട്ടെന്ന് ആ കളി ജയിച്ചു. എൻ്റെ മൗസിന് എന്തോ പ്രശ്നമുണ്ട്, അതാ ഇടയ്ക്ക് ക്ലിക്കൊന്നും ആകാത്തത്. സോ അത് പിന്നെ പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ടീമിൻ്റെ നെഞ്ചിലേക്ക് ചെന്ന് അവൻ്റെ ബെഡ് അങ്ങ് എടുത്തേക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഞാൻ അത്ര വലിയ പ്രോ ഒന്നും അല്ല. സോ സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറുതായിട്ട് പറ്റുന്നുണ്ട്, അല്ലെ ഈ നെറ്റ് കാരണം ഞാൻ താഴേക്ക് വീരും. ഭയങ്കര പിങ്ങിൻ്റെ ഇഷ്യൂ വന്നു, അതാണ് ഏറ്റവും വലിയ വിഷയം. സോ ആരും വരുന്നില്ല. ഓക്കെ, അവൻ എന്നാ പെട്ടെന്ന് അത്ര ഇതൊക്കെ എങ്ങനെ പൊട്ടിക്കാനാകെ 3 TNT ഉണ്ട്. ഇത് വെച്ച് ഞാൻ എങ്ങനെ പൊട്ടിക്കാനാണോ? ഫയർ ബോൾ എല്ലാം കൂടെ വരുന്നുണ്ട. സോ ഇവനെ നമുക്ക് തട്ടാൻ പറ്റുമോ? ജസ്റ്റ് ഇപ്പം ചത്തായിരുന്നേ. സോ എന്തിയവൻ അതേ പോവാണോ? മച്ചാനെ പോലെ നീ എന്നോട് അടിപൊളി. അവൻ ശരിയും കളിക്കാൻ അറിയാവുന്ന പ്ലെയറാണെന്നുണ്ടോ? ഞാൻ കറക്റ്റ് അടിപൊളിയാ മുങ്ങി. ഇല്ല കളിക്കാൻ അറിയത്തില്ല. അവൻ എന്നെ മേളിൽ കയറിയിട്ട് നോക്കിയിരിക്കുകയാണ്. പൊട്ടാൻ താര വീണോ? ഓക്കെ, താര വീണിട്ടുണ്ട് അവൻ. സോ ഇവിടെ ആയിട്ടൊരു TNT വെക്കട്ടെ, പെട്ടെന്ന് മേളിലേക്ക് കയറട്ടെ. അയ്യോ, അടിപൊളി. സോ കഴിഞ്ഞ അവിടുത്തെ കളി പോലെയല്ല, ഈ തവണ മേളിൽ നിൽക്കുന്നുണ്ട്. ഈ തവണ നമ്മൾ ബെഡ് എന്തായാലും കൊണ്ടുപോകും, കാരണം അറിയാലോ. സോ കഴിഞ്ഞാണ് ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇത്ര ഹൈറ്റ് വന്നാൽ മതിയാവുമായിരിക്കും. നേരെ ഫയർ ബോൾ ജസ്റ്റ് മിസ് കൊണ്ടില്ല. സോ ഇതൊക്കെ എനിക്ക് അറിയാം, നമ്മളത് കണ്ടോ. ഓക്കെ, ഒരു TNT ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് താരക്ക് വിടുക. ഓക്കെ, താങ്ക് യു ഫോർ മൈ ബെഡ്. സോ ബാബാ തരിക്കുക. പോയി ചാക്. ഉയ്യോ, മിക്കവാറും ഞാൻ ചാകുമായിരിക്കും, അവൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ജയിച്ചു. മതി, പിന്നെ എല്ലാ എണ്ണം ജയിക്കും എന്ന് പറഞ്ഞാൽ ജയിക്കും. ഇത്ര ഈസി ആയിരുന്നു. ഈ തവണ ബെഡൊന്നും മൂടാൻ പോകുന്നില്ല, നേരെ ആദ്യം തന്നെ അപ്പുറത്തെ ടീമിൻ്റെ നെഞ്ചിലേക്ക് എല്ലാം. സോ സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ചെറുതായിട്ട് പറ്റുന്നുണ്ട്. ഇടയ്ക്ക് പിങ് കാരണം താഴേക്ക് വരുന്ന പോലെ തോന്നുന്നു, അതുകൊണ്ടാണ് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. അതല്ല ഞാൻ കൂടുതലായിട്ട് സ്പീഡ് ബ്രിഡ്ജ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലേ. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, സോ നീല വന്ന് നിൽക്കുന്നുണ്ട്. തിരിയുന്ന സമയത്ത് തന്നെ അടിക്കണം, അതൊക്കെ അത്രേ ഉള്ളൂ. നീ എൻ്റെ ബെഡ് എടുക്കാറായല്ലേ. സോ അവരിക്കോട്ടെ, നമുക്ക് ഇരിക്കുക. സോ ഈ സെർവറിൽ ഞാൻ കളിക്കാൻ കാരണം എന്ന് വെച്ചാൽ മറ്റേയൊക്കെ സെർവർ പീക്ക, പിന്നെ ജാർടെക്സ് അങ്ങനത്തെ ഒക്കെ സെർവർ മൊത്തം എനിക്ക് പിങ് ആണ്. സോ അതിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ ഈ സെർവറിൽ കളിക്കുന്നത്. സോ ഓക്കെ, അവൻ വലിയതായിട്ട് മൂടിയിട്ടൊന്നുമില്ല. നേരെ വന്ന് ഒരു ബെഡ് അങ്ങ് നോക്കുക. ബെഡും പോട്ടെ.
TNT വെച്ച് മേളിലേക്ക് കയറട്ടെ. അവനെ പറ്റിച്ചിടാ. അയ്യോ ആ അയ്യോ അടിപൊളി. ഞാൻ അറിയാതെ ഫ്ലോയിലാണ് ബ്ലോക്ക് വെച്ച് പോയി. പോട്ടെ. എഗെയിൻ അയാൾ വീണ്ടും വന്നിരിക്കുന്നു. സോ അവൻ ബെഡ് മൊത്തത്തോടെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടാട് അങ്ങ് നേരത്തെ ഒന്ന് സുഖമായിട്ട് കൊല്ലാന്നേ ഉള്ളായിരുന്നു. ജസ്റ്റ് മിസ്. സോ ഓക്കെ, ആരും ഇല്ല അവിടെ. എൻ്റെ TNT ഇല്ല. അത് അതിൻ്റെ എന്നെ അവസ്ഥയാന്ന് നോക്കിയേ. സോ എന്നോടേക്ക് നീ മേളിൽ കയറൂടാ. ഓക്കെ, ചക ഒന്ന് ചാരപ്പെട്ട് വാ. ഓക്കെ അവൻ താരം വീണിട്ടുണ്ട്. പെട്ടെന്ന് വന്ന് TNT വാങ്ങാനുള്ള കാശില്ല, കുറച്ച് കാശ് തരുമോ? ഓക്കെ, ഒരു 5-6 TNTയും കൂടെ വാങ്ങിയേക്കാം. സോ വീണ്ടും വന്നു. പിന്നെ ഒന്ന് തട്ടട്ടെ. തട്ടിയില്ലേ പ്രശ്നമാണ്. ചാകട പ്രോ പ്ലേയേഴ്സിനൊന്നും നീങ്ങാൻ. ഓക്കെ അവൻ ചത്തിട്ടുണ്ട്. സോ ഇതൊക്കെ കൂടെ വെക്കട്ടെ. കേറ് പൊട്ടിത്തെറിച്ചാവും. ജസ്റ്റ് മിസ്. മൂടില്. അടിപൊളി മൂടി. എടാ നാണമുണ്ടോടാ? ഇത്ര ഒരു കഷ്ടപ്പെട്ട് 3 ചീഞ്ഞ് വെച്ച് പൊട്ടിച്ചപ്പോൾ നീ അത് മൂടുന്നു. ഒന്നും കൂടെ ചാക്. വീണ്ടും ഇതില്ല. ഓക്കെ, ഒരു 3 TNT വാങ്ങിച്ചിട്ടുണ്ട്. ആണ്ട മിക്കവാറും ഞാൻ ചാവും. ഇവന് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ജയിച്ചിരിക്കുന്നത്. എല്ലാം കാണായിരുന്നു. എപ്പോഴും ചാകേണ്ടതാണ്. പിന്നെ എൻ്റെ പിങ്ങിൻ്റെ കാര്യം ഈസോ. ജസ്റ്റ് മിസ്. ഹാഫ് പാട്ട്. പെട്ടെന്ന്. എടാ അവൻ വീണ്ടും മൂടി. എൻ്റെ പൊന്നിയൊക്കെ ഒറ്റത്തവണ ഇവനെന്നെ അനോയിങ്. ഞാൻ പണ്ടാരടങ്ങാൻ. നീ എന്നാ ഡിഫൻഡറാടാ. അയ്യോ ചത്തി. ഈ തവണയെങ്കിലും എൻ്റെ പൊന്നു. ജസ്റ്റ് മിസ്. ക്ലച്ച് മറിക്കാൻ. നീ എന്നാ ഡിഫൻഡറാടാ. ചാക. ഓക്കെ ബെഡ് നൈസിനകം പൊട്ടിച്ചേക്കാം. ഓക്കെ, ഫൈനലി. എത്ര നേരം അവനെ കൊന്നിട്ടാന്നറിയാം ഈ ബെഡ് എടുക്കുന്നത്. എൻ്റെ പൊന്നു. ഒന്ന് വരുന്നുണ്ട്. വാടാ. ചാക. ചത്തി. അടിപൊളി. അവൻ്റെ എൻ്റെ സോഡാണ്. സോ ചാകരുത്. എടാ സ്റ്റക്ക്. എടാ ഈ ബ്ലോക്ക് കാരണം ചത്തു. കുഴപ്പമില്ല, ബെഡ് എടുത്തല്ലോ. ഓക്കെ, അവൻ നമ്മുടെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിയവൻ താരേക്ക് വീണു. നമ്മുടെ വയസ്സിലേക്കാണ് പോകുന്നത്. നിക്ക് നിക്കടാ അവിടെ. ഫയർബോൾ എന്ത് ചെയ്യേ? വിട് പോടാ ഫയർബോൾ. ഓക്കെ, ഇതാണ് എൻ്റെ മൗസിൻ്റെ. ഇതെന്നെ 2 എണ്ണം ഒന്നിച്ച് പൊട്ടിയേ. ഇതാണ് എൻ്റെ മൗസിൻ്റെ. ആവശ്യമില്ലാത്ത സമയത്ത് 2 എണ്ണമൊക്കെ പൊട്ടും. ആവശ്യമുള്ള സമയത്ത് ഒരു ബ്ലോക്ക് CPS ഒന്നും കിട്ടത്തില്ല. സോ മിക്കവാറും എൻ്റെ ബെഡ് ഇപ്പം പൊട്ടും. ഓക്കെ, ബെഡ് പൊട്ടി. പക്ഷെ വിഷയമില്ല. എന്തായാലും ഇനി അവനെ തീർത്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഇവൻ എന്നെ അനോയിങ് ആടാ. ശരിക്കും പറയാല്ല, മുടിഞ്ഞ അനോയിങ്ങാണ് അവൻ. ബോ വെച്ച് അവനെ അടിച്ചിടാൻ പറ്റുമോ? അവൻ എൻ്റെ ട്രിക്ക് യൂസ് ചെയ്തു. ഇവിടെ കളി ഇനി എന്നെ അങ്ങ് അടിച്ചിടാൻ നോക്കണ്ട. സോ ഇതൊന്ന് മൂടട്ടെ. എന്നിട്ട് മേളിലേക്ക് കയറി അതിനകത്ത്. ഇവരെന്തുവാടാ കാണിക്കുന്നത്? ഇതിലൂടെ അടിച്ചിടാൻ പറ്റുമോ? ഓക്കെ, തക്കല്ലേ കാര്യം ചെയ്താൽ നമുക്ക് മേളിലൂടെ കയറാം. അതെ ചാക്ക്. ആണ്ട മുടി. എൻ്റെ പൊന്ന്, എന്നെ അനോയിങ്ങാടാ ഇവന്. എത്ര നേരം ഇവനെ തട്ടാൻ വേണ്ടി ഇരിക്കുന്നതെന്നറിയാവോ? ഇത്ര നേരമായിട്ട് ഇവൻ ചാകുന്നില്ല. കുറച്ച് ഗോൾഡൻ ആപ്പിൾ വാങ്ങട്ടെ. ഓക്കെ, ആ മേളിലേക്ക് വരും. മുമ്പ് അതേണ്ട വന്നു. ഓക്കെ, ചാക്. നീ എന്നെ ഡിഫെൻഡിങ് ആണോ? ഇവനെ പോലെയുള്ള ഒരു ഡിഫെൻഡിങ് പ്ലെയറിനാണോ? ഓക്കെ, അവൻ ചത്തു. നൈസ്. പക്ഷെ നമ്മുടെ മുന്നിൽ അവനെ പിടിച്ചേക്കാൻ പറ്റിയില്ല, എത്ര വലിയ ഡിഫെൻഡിങ് ആയാലും. ഓക്കെ, നമ്മളങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത്രയും നേരം നമ്മൾ ട്രെയിനിങ് പോലെയാണ് എടുത്തത്. സോ ഓക്കെ, നമ്മുടെ ടീമേറ്റ് പ്രോ പ്ലെയറാണെന്ന് തോന്നുന്നത്. അവൻ വന്ന് ഒറ്റയടിക്ക് എല്ലോനെ വൈപ്പ് ചെയ്തല്ലേ? നമ്മുടെ ടീമേറ്റ് ഒറ്റയടിക്ക് എല്ലോനെ വന്ന് വൈപ്പ് ചെയ്തു. നൈസ് കൊള്ളാം. ഓക്കെ, സോ നമുക്ക് ഇനി നേരെ നാക്കുനെ അങ്ങ് ഫൈനക്കിൽ ഏതേക്കാം. ഇനി അമ്മർക്ക് ബെഡില്ല. നമ്മുടെ ടീം വന്ന് അമ്മരം തീർത്തു. ബട ചത്തോ? ചത്തു. നൈസ്. പോട്ടെ. വിഷയില്ല. അടുത്ത. ഓക്കെ, ആക്കുനെ നമ്മുടെ ടീമേറ്റ് വന്ന് ഫുള്ള് വൈപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി വൈറ്റിൻ്റെ ബെഡ് എടുക്കാം. സോ വൈറ്റിൽ എനിക്ക് തോന്നുന്നത് ഒറ്റ TNT മതിയാവുമായിരിക്കും ബെഡ് എടുക്കാൻ. ഓക്കെ, ബെഡ്.
ലെറ്റ്സ് ഗോ അടിയടാ 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 ആ ചത്തു. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ടീമേറ്റ് വൈപ്പാക്കി. നൈസ്. സോ ഇനി നീലയുടെയാണ് ലാസ്റ്റ് ഇരിക്കുന്നത്. സോ പിന്നെ ഇത് വെച്ച് അങ്ങനെ ഇച്ചിടാൻ പറ്റുമല്ലേ? തര വീഴുമോ? അടിപൊളി, തര വീണില്ല, പോട്ടെ. സോ എന്തായാലും നീ അവിടെ നിൽക്ക്, നമ്മൾ കണ്ട് ഇങ്ങോട്ട് പോകാൻ. നേരെ അവൻ്റെ ബേസിൽ ഒന്ന് ബെഡ്. അവൻ നമ്മുടെ ബേസിലേക്ക് കണ്ടാ പോകുന്നത്. പക്ഷെ വിഷയമില്ല. ഓക്കെ, മിക്കവാറും ഞാൻ ചാകും. പക്ഷെ നമ്മുടെ ടീമേറ്റ് ഉള്ളതുകൊണ്ട്, നമ്മുടെ ടീമേറ്റ് ഒരു മുടിഞ്ഞ പ്രോ പ്ലെയർ ആട്ടോ. അയ്യോ, അതുകൊണ്ടാണ് ഇത്ര നേരമെങ്കിലും പിടിച്ച് നിന്ന്, അല്ലേ കാണായിരുന്നു മൂഞ്ചിരുന്നേനെ. സോ ഇത് വെക്കട്ടെ. ഓക്കെ, നേരെ നീലയുടെ ബെഡിലേക്ക് പോവാണ്. ഒന്നും നോക്കുന്നില്ല, നേരെ ചെന്ന് കുറച്ച് TNT. അടിപൊളി. ഇതാ സംസാരിക്കുമ്പോൾ ബ്രിഡ്ജ് പറയുന്നത്. സോ എന്നെ അവസ്ഥയാന്ന് നോക്കിയേ. കുഴപ്പമില്ല. ഓക്കെ, സോ ഇനി നമുക്ക് നീലയുടെ ബെഡ്. നമ്മുടെ ടീമേറ്റ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. നിനക്ക് ഞാനാണെങ്കിൽ ഒരു ഹെൽപ്പ് വരാം. അതെങ്ങനെ 2 ഫയർ ബോൾ പോയേ? എൻ്റെ ഒരു ഫയർ ബോളല്ലേ ഉള്ളായിരുന്നു. അത് പോട്ടെ, ഇതെല്ലാം പോയി നമുക്ക്. സോ ഓക്കെ, ബ്ലൂവിൻ്റെ ബെഡ് എടുത്തു. ടീം വൈപ്പാക്കി. ലെറ്റ്സ് ഗോ. നൈസ്. അങ്ങനെ ഈ കളി നമ്മൾ ജയിച്ചു. സോ അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചോദിപ്പിക്കുകയാണ്. സോ ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, സീ യു, ഗുഡ് ബൈ. അതിൻ്റെ വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.